കുറേ വർഷങ്ങൾക്ക് ശേഷം നിന്റെ ജാതകം കയ്യിലെടുത്തപ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞു. പറഞ്ഞത് രണ്ട് സത്യമാ. ലക്ഷത്തിലൊരാൾക്ക് എൻ്റെ ഗതി വരും, ലക്ഷത്തിലൊരാളെ നിന്നെപ്പോലെ ഉണ്ടാവും. കൂട്ടിക്കൂട്ടി വെച്ച കുറേ മോഹങ്ങളുണ്ടടാ. അത് നിന്റെ കുടുംബത്തിലൂടെയെങ്കിലും എനിക്ക് കാണണം. നിനക്കൊരു ദോഷവും വരില്ല, ഒരു വിധിയും നിനക്കെതിരാവില്ല. ഏട്ടൻ മുഴുവൻ നേരവും പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ. താങ്ക്സ് ഏട്ടാ. ഏട്ടാ, അതെ, നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്നെ കൊണ്ടുപോകാനോ? ആ, അതെ, ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടെത്തിയ സന്തോഷം ഏട്ടൻ്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ ആഘോഷിക്കേണ്ടത്? എങ്ങനെയാ പോകുന്നത്? നമുക്ക് പോവാം. ഞാൻ കൊണ്ടുപോവാം എൻ്റെ ഏട്ടനെ. ഏത് പെണ്ണിനെയായിരിക്കും ഇവൻ കണ്ടുപിടിച്ചത്? ആ, ദാ. നല്ല ചായ. ഏട്ടന് മുമ്പും ക്രൈസ് ആയിരുന്നല്ലോ തട്ടുകടയിലെ ചായ. അന്ന് ക്രൈസുകൾ ഒരുപാടുണ്ടായിരുന്നു. കണ്ടാലും കണ്ടാലും മതിയാവാത്ത അവസ്ഥ. അടുത്ത ട്രിപ്പ് എവിടേക്ക് എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. പറക്കുന്നത് കൂടുതലായതുകൊണ്ടായിരിക്കും ചിറക് വെട്ടി താഴെയിട്ടത്. ഏട്ടാ, എല്ലാ സമയവും കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സെപ്പോഴും കൂടെ ഉണ്ടാവും. ആ, തീർത്തോ? ഒന്നിട്ട് വേണോ? കുറച്ച് കഴിയട്ടടാ. പ്രകൃതി ആകാശം എങ്ങനെ കണ്ടു നിൽക്കാൻ വല്ലാത്തൊരു സുഖ. കൂട്ടിലിട്ടിരുന്ന കിളികളെ പറത്തിവിട്ടതുപോലെ. ഏട്ടൻ എന്തൊക്കെ മനസ്സിലടക്കി വെക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്നും. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചോ നമ്മുടെ വീടിനകത്ത് വെച്ചോ ഏട്ടനൊന്ന് കരയാൻ പോലും പറ്റില്ല. ഇവിടെ ഏട്ടൻ്റെ മുന്നിൽ ഞാനേ ഉള്ളൂ. ഒന്ന് കരയണമെങ്കിൽ കരഞ്ഞു. കൽപ്പനയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ലടാ. എല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ. അവൾക്ക് മോഹങ്ങളുണ്ടാവില്ലേ? ഏട്ടാ, ആരും ത്യാഗം ചെയ്യണ്ട. മറ്റുള്ളവരുടെ കനിവ് കാക്കുന്ന ഒരു ജന്മം വേസ്റ്റ്, ശരിക്കും വേസ്റ്റ്. ഏട്ടാ, ഏട്ടാ, നോക്ക് നോക്ക്, മറ്റുള്ള ഒരു കുറവുകൾ എണ്ണിക്കോട്ടെ. പക്ഷെ ആ കൂട്ടത്തിൽ ഞാനില്ല. ഏട്ടന് ഞാനുണ്ട്. ഏട്ടാ, നോക്ക്, ഞാനില്ലേ?
ഹലോ ചേച്ചി. റോഷ്നി, നിനക്ക് ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇന്നില്ല, നാളെ ട്രീസയുടെ എൻഗേജ്മെന്റാ, അതിന് പോണം. നീ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വാ. അവിടെ എന്താ വിശേഷം? വിശേഷമുണ്ട്. 2-3 ദിവസം നീ ഇവിടെ എന്റെ കൂടെ വന്ന് നിൽക്കേ. അയ്യോ അത് പറ്റില്ല, ട്രീസയുടെ എൻഗേജ്മെന്റിന് ഫുൾ ബാച്ച് വരുന്നുണ്ട്. റോഷ്നി, നീ ആദ്യം ഇങ്ങോട്ട് വാ. പോകുന്നെങ്കി ഇവിടുന്ന് പോവാം. ചേച്ചി കാര്യം എന്താന്ന് പറ. ഒന്നാമത് അവിടെ നിറച്ച ആളുകളാ, എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ നിന്റെ ഫ്യൂച്ചറിനെ കരുതി പറയുന്നതാ. എന്റെ ഫ്യൂച്ചറോ? എന്റെ ഫ്യൂച്ചറും കണിമംഗലവും തമ്മില് എന്താ ബന്ധം? നിന്റെ ഫ്യൂച്ചറും കണിമംഗലവും തമ്മില് ബന്ധം ഉണ്ടാവുന്നതില് നിനക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. വരുൺ വന്നിട്ടുണ്ട്. അവനിവിടെ ബോറടിച്ചിരിക്കോ? നീ വന്ന് അവനോട് സംസാരിക്കേ. ഞാൻ എന്താ റോബോട്ടോ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ? റോബോട്ടൊന്നും ആവണ്ട, മനുഷ്യനായ മതി. ഇപ്പൊ നീ കണിമംഗലത്തേക്ക് വരുന്നത് ഗസ്റ്റ് ആയിട്ടാ. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ കണിമംഗലത്തെ എന്റെ അതേ സ്ഥാനത്ത് നിനക്ക് ഇരിക്കാം. ചേച്ചി ഞാൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് മനസ്സിലായോ? ഞാൻ വരാം. ട്രീസയുടെ എൻഗേജ്മെന്റിന് പോണോ വേണ്ടേന്ന് അവിടെ വന്നിട്ട് തീരുമാനിക്കാം. മേടിക്ക്. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് നീ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കും. ശരി ചേച്ചി. അമ്മേ, ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ. ഓം നമോ നാരായണായ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പരമപുണ്യമായ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയിലേക്ക് ഭക്തജനങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടക്കുന്ന വിശേഷാൽ പൂജയിലും ഉറിയടി മത്സരത്തിലും തുടർന്ന് നടക്കുന്ന കലാപരിപാടികളിലും മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അപേക്ഷിക്കുന്നു. നീ എങ്ങോട്ടാ? പുറത്ത് തന്നെ നിക്കട്ടെ. നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട. ആ സ്റ്റെപ്പൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കണ്ടേ? ഏയ്, ഞാനത് നോക്കിയതാ. എന്റെ കാര്യത്തിൽ ഇനിയിപ്പോ ഒരു ടെൻഷനും വേണ്ട. പ്രിയങ്കേ, അത് ആലോചിച്ചിട്ട് നിനക്ക് പേടിയൊന്നുമില്ലേ? ഇല്ലടി, ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട്. നിങ്ങൾ 4 പേരുടെയും കാര്യം സെറ്റ് ചെയ്താൽ മതി. ഓക്കെ? വാടി, നമുക്ക് നോക്കാം. മോളെ, അമ്മ എന്തിനാ എഴുന്നേറ്റ് പോന്നെ? ഒന്നുമില്ല മോളെ, നീ ഇവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ ചങ്ക് പെടയ്യ. അമ്മ അതൊന്നും കാര്യാക്കണ്ട. കൃഷ്ണ ഭഗവാൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കല്ലേ. ഇവിടെ എവിടെങ്കിലും നിന്നാലും മതി. ഇതെങ്കിലും അവര് വിലക്കിയില്ലല്ലോ, അതെന്റെ ഭാഗ്യല്ലേ.
അമ്മ ചെല്ല്, അല്ലെങ്കിൽ ഇപ്പൊ മുത്തശ്ശിക്ക് ദേഷ്യം വരും. ചെല്ലമ്മേ, പൊയ്ക്കോ. പൊയ്ക്കോ. പോ. ചന്ദ്രശേഖര, ഇന്ന് നമുക്കുള്ളതെല്ലാം കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്. മനുഷ്യന്റെ കാര്യമാണ്. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ജന്മാഷ്ടമി പൂജയും അതിനൊപ്പം നടത്തുന്ന സൽക്കർമ്മങ്ങളും നീ മുടങ്ങാതെ നടത്തിക്കൊള്ളണം. അത് തന്നെയാണല്ലോ ഏട്ടാ ഞങ്ങളുടെ ആഗ്രഹവും. എന്താ ഏട്ടാ ഇത്? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഏട്ടൻ എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതല്ലേ ഞങ്ങളുടെ ആഗ്രഹം. മതി, ആയുസ് തീരുമാനിക്കുന്ന ഒന്നും നമ്മളല്ലല്ലോ. ആ മോൾ ആ പ്രസാദം എടുത്ത് എല്ലാവർക്കും കൊടുക്ക. ബിജു, നമുക്ക് ഇറങ്ങണ്ടേ? എങ്ങോട്ടാ രണ്ടാളും കൂടി? ഇവിടെ അടുത്തൊരു ശ്രീകൃഷ്ണപുര ക്ഷേത്രം ഉണ്ടല്ലോ. ജന്മാഷ്ടമിക്ക് അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കുറെ കാലമായി അതൊക്കെ കണ്ടിട്ട്. വരുണിന് കാണാൻ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് അവിടെ. അതാ ഇത്ര തിരക്ക് പിടിക്കുന്നല്ലേ? എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അയ്യോ വരും, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും പോരെ? ക്ഷേത്രത്തിലൊക്കെ വൈകിട്ടല്ലേ കാര്യങ്ങൾ തുടങ്ങും. ഈ വരുണിന്റെ ക്യാമറയ്ക്ക് എന്ത് കണ്ടാലും മനോഹരമായ കാഴ്ചകളാണ്. ആർക്കറിയാം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് വേറെ പ്രത്യേകതകൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. ശരി. വരും. എന്തുണ്ട്? എന്താണ്, സുഖമാണോ? അതെ അതെ. എവിടെ പോവാ? ഞങ്ങളൊന്ന് പുറത്തു പോകാം. ഹായ് ചേച്ചി. എടി, നീ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? എന്റെ ചേച്ചിയെ കാണാൻ എനിക്ക് മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? ആ, പൂജ കഴിഞ്ഞതേ ഉള്ളൂ. നീ ആദ്യം ചെന്ന് തൊഴുതേ. വരും, വന്നേ, വാ. വരും, നിനക്ക് അവളെ മനസ്സിലായില്ലേ? പിന്നെ എപ്പോ ഫോൺ വിളിച്ചാലും നിന്റെ കാര്യങ്ങളാ ഇവള് ചോദിക്കുക. എന്തായാലും നന്നായി, നീ ഉള്ളപ്പോ തന്നെ ഇവള് വന്നല്ലോ. വരുൺ, ചേച്ചിയുടെ കല്യാണ ദിവസം ഓർമ്മയുണ്ടോ? എന്റെ കൈ ഇരിക്കുന്നത് നോക്കാതെ വരുൺ കാറിന്റെ ഡോർ അടച്ചത്. പിന്നെ അന്നേ സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ടായി. എടി വരണേ, ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോവാ. ജന്മാഷ്ടമിയുടെ ആഘോഷങ്ങൾക്ക് വേണമെങ്കിൽ നീ കൂടെ പോയിക്കോ. അതിനെന്താ, ഐ എം റെഡി. അയ്യോ സോറി റോഷ്നി, ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്കും ബിജുവിനും വേറെ 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതിനെന്താ, എവിടേക്കായാലും ഞാൻ വരാനേ. അത് ശരിയാവില്ല. ഞാൻ വന്നിട്ട് കാണാം, ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ശരിയാട്ടോ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. വരുൺ, വരുൺ, ഒന്ന് റോഷ്നി, ഒന്നിങ്ങ് വന്നേ. വരുൺ വരട്ടെ, ഇവിടെ നമുക്കെല്ലാവർക്കും ചോദിച്ചും പറഞ്ഞിരിക്കാലോ. ഏട്ടനോട് ഞാൻ പ്രത്യേകിച്ച് എന്ത് ചോദിക്കാനാ? അത് ശരിയാ, കേറി വരുന്ന ഒരാള് സുഖാണെന്നല്ലേ ചോദിക്കേണ്ടത്. എന്റെ കാര്യത്തിൽ അത് പറ്റില്ലല്ലോ.
തിരുമേനി, എന്താ പ്രസിഡന്റ്? ഇതിപ്പോ എങ്ങനെയാ പരിഹരിക്കേണ്ടത്? കൊടിയേറ്റം മുതൽ ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അവസാനം എല്ലാം ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലായി. പ്രസിഡന്റ് കാര്യം പറയാ. ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം കാളിയമർദ്ദനം ചെയ്യുന്ന കൃഷ്ണനെ നടയിൽ വരയ്ക്കുന്നതല്ലേ? അതെ, കളം എഴുതാൻ സോമശേഖരൻ വന്നില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അയാള് വരില്ല. എന്തുപറ്റി? അവൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ പെരുവഴി കിടക്കുക. വിളിച്ചിട്ടാണെങ്കിൽ ഒരു അനക്കവും ഇല്ല. കുറെ നേരം മുമ്പ് നമ്മുടെ ഗംഗാധരൻ തിരുമേനിയുടെ കൂടെ സോമശേഖരൻ നടക്കുന്നത് പലരും കണ്ടിരുന്നു. അപ്പൊ പിന്നെ സംശയിക്കണ്ട, ഏതെങ്കിലും രീതിയിൽ ചടങ്ങ് മുടക്കാന്നുള്ളതാണല്ലോ ഗംഗാധരൻ തിരുമേനിയുടെ ഉദ്ദേശം. തിരുമേനിയോടുള്ള പക തന്നെയാ കാരണം. കോലം വരയ്ക്കാന്ന് പറഞ്ഞാ അത് നിസ്സാര കാര്യമല്ല. പെട്ടെന്ന് വിളിക്കാൻ സോമശേഖരൻ ഒരു പകരക്കാരനുമില്ല. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു വിധത്തിൽ കുറവ് വന്നാലേ ഈ നാടും നാട്ടുകാരും കമ്മിറ്റിയല്ലേ കുറ്റം പറയാ. കമ്മിറ്റി പ്രസിഡന്റായ ഞാനല്ലേ എല്ലാവരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കേണ്ടി വരിക. എന്റെ കൃഷ്ണ, ഇതിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത്? ഞാനൊരു പരിഹാരം പറഞ്ഞാ അത് കമ്മിറ്റിക്ക് സ്വീകാര്യാവോന്നറിയില്ല. തിരുമേനി പറയൂ, കളം എഴുതാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അയാളെ എത്ര ദൂരെ പോയി കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാ. മടിക്കണ്ട, തിരുമേനി പറയൂ. എന്റെ മകള് രാധയ്ക്ക് കളമെഴുത്ത് വശമുണ്ട്. സോമശേഖരൻ കളമെഴുതുന്നതിനേക്കാൾ ഭംഗിയായി അവൾക്കത് ചെയ്യാനും പറ്റും. പക്ഷേ നടയിലേക്ക് കയറാൻ അവൾക്ക് അവകാശമില്ലല്ലോ, വിലക്കല്ലേ. തിരുമേനി, ഈ അവസ്ഥയിൽ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. രാധിക മോള് കളം വരയ്ക്കട്ടെ. എന്താ? ഇപ്പൊ ഈ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ ആ കുട്ടി മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഇതായിരിക്കും ഭഗവാന്റെ നിശ്ചയം. തിരുമേനി, ഗംഗാധരൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു. അത് ക്ഷമിക്കാൻ മോളോടൊന്ന് പറയണം. ഭഗവാന്റെ ചടങ്ങുകളൊന്നും മുടങ്ങരുത്. വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ആ കുട്ടിയോട്. ഏയ് വേണ്ട, ഞാനിപ്പോ വരാം. ആ, ചേച്ചി എന്താ ഈ പറയുന്നത്? ഇതെന്താ പഴയ കാലോ? ഞാൻ അപ്സരസിന്റെ വേഷം കെട്ടി വന്ന് തപസ് ഇളക്കി വരുണിന്റെ മനസ്സിൽ കയറിക്കൂടാന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും വയ്യ. അപ്സരസുകളുടെ കാലമായാലും ഈ കാലമായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ പെണ്ണ് തന്നെയാ. മനസ്സിൽ കയറി കൂടണമെന്നൊരു പെണ്ണ് വിചാരിച്ചാലേ അതീന്ന് ഒഴിഞ്ഞു മാറാൻ ഒരുത്തനും പറ്റില്ല. ഒന്നാമത് ഈ വിദേശത്തുനിന്ന് വരുന്ന ആമ്പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ജാടയാ. അവിടെ എനിക്ക് ചുറ്റും അതിസുന്ദരിമാരായ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിനെ പോലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ജാട. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം ആ കൂട്ടരെ. എടി, വരുൺ എന്തായാലും ആ കൂട്ടത്തിലല്ല. അവൻ നല്ലവനാ. നീ അവന്റെ മനസ്സിൽ കയറി കൂടി അവന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരികയും കൂടി ചെയ്ത കണിമംഗലം നമ്മുടെ രണ്ടുപേരുടെയും കയ്യില. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിനക്ക് വരുണിനോട് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ പിന്നെ അവന്റെ മനസ്സിൽ നീ ഒന്ന് കേറിക്കൂടാൻ നോക്ക്. അവന്റെ ഒരു പാതി സമ്മതം നീ വാങ്ങിയെടുത്താ മതി. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. വേറെ ഒരുത്തി അവന്റെ ഭാര്യയായി പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നീയാണ് ആ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ആ വിവാഹം നേരിട്ട് നടത്തുന്നത് ഈ ഞാനായിരിക്കും. മനസ്സിലായോ? ഇന്ന് ജന്മാഷ്ടമിയാണ്. ഞാൻ ശ്യാമയുടേത് ബോധപൂർവം പറയാതിരുന്നതാ. ഏറ്റവും കൂടുതൽ വിഷമമുള്ള ദിവസമല്ലേ ശ്യാമയ്ക്ക്? എൻ്റെ മോൾ എന്നെ വിട്ടുപോയ ദിവസം. അതിനുശേഷം എത്രയോ ജന്മാഷ്ടമികൾ കടന്നുപോയി. ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോണം. ഐശ്വര്യത്തോട് പറഞ്ഞപ്പോൾ
വേണ്ടെന്നാ പറഞ്ഞേ. ഒരു സെലിബ്രിറ്റി അങ്ങനെയൊന്നും നടന്നുകൂടാന്ന്. പതുക്കെ പതുക്കെ ഏതൊരു കാര്യത്തിനും ഐശ്വര്യയുടെ അനുവാദം വാങ്ങേണ്ട ഒരു അവസ്ഥയിലായിട്ടുണ്ട് ശ്യാമ. ശ്യാമ എന്തിനാ അങ്ങനെ ആവുന്നേ? ഐശ്വര്യയുടെ രീതികൾ പലതും എനിക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോളെക്കുറിച്ചുള്ള അന്വേഷണം, അതിനുവേണ്ടി നിരന്തര ഉദ്യോഗസ്ഥന്മാരെ കാണല്, ഇതൊക്കെ ചെയ്യുന്നത് ഐശ്വര്യടുത്തിയല്ലേ. അതുകൊണ്ട് തന്നെ അവരെ മുഷിപ്പിക്കില്ല ഞാൻ. ആ ശ്യാമേ, ഇവിടെ അടുത്തൊരു ശ്രീകൃഷ്ണപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ജന്മാഷ്ടമി മഹോത്സവം അല്പം പ്രസിദ്ധമാണ്. ശ്യാമയ്ക്ക് പോണെങ്കിൽ പോകാം. പോണം. ഐശ്വര്യയോട് പറയുന്നുണ്ടോ? വേണ്ട, നമുക്ക് പോയിട്ട് വന്നാൽ മതി. എപ്പോഴും എൻ്റെ മനസ്സ് പറയാറുണ്ട്, എവിടെയെങ്കിലും ഒരിടത്ത് കണ്ണിൻ്റെ തിരുനടയിൽ വെച്ച് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ മോളെ കണ്ടുമുട്ടുകയെന്ന്. ആയിരിക്കും അല്ലേ?